ഏകദേശം 3 മണിക്കൂർ നീണ്ട ഒരു മീറ്റിംഗ്, കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമിൽ ഒരു തരത്തിലെ റിപ്പോർട്ടേഴ്സിനും അതിൻ്റെ അടുത്തോട്ട് പോലും പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മീറ്റിംഗ്. അതെ, നമ്മൾ പറയുന്നത് ട്രംപ് നെതന്യാഹു മീറ്റിങ്ങിനെ പറ്റി തന്നെയാണ്. രാത്രി 1:30 മണിക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ കാണുന്നത് രാവിലെ 6 മണിക്കോ 7 മണിക്കോ ആയിരിക്കും. പക്ഷേ ഇത് ആ സമയത്ത് ചെയ്തിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെച്ചതാണ്. അപ്പം അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്തായിരുന്നു മീറ്റിങ്ങിലെ പ്രധാന അജണ്ട ഡിസ്കഷൻ എന്നുള്ളത്. അപ്പം നിങ്ങൾക്കറിയാം എത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പം ഉറക്കൊഴിഞ്ഞിരുന്നിട്ടാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തപ്പിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മൾ മാക്സിമം ആളുകൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ സബ് ചെയ്യാത്ത ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം ഏകദേശം 3 മണിക്കൂർ നീണ്ട മീറ്റിംഗ് ആയിരുന്നു ഇത്. വൈറ്റ് ഹൗസിൽ നടന്ന ഈ മീറ്റിംഗ് നെതന്യാഹുവിൻ്റെ എൻട്രി തന്നെ ആയിരുന്നു അതിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തുടങ്ങിയിരുന്നത്. കാരണം നോർമലി വൈറ്റ് ഹൗസിൻ്റെ പ്രധാന കവാടം ത്രൂ ആണ് ഏതൊരു നേതാക്കളും വൈറ്റ് ഹൗസിലോട്ട് വരുന്ന സമയത്ത് ട്രംപ് സ്വാഗതം ചെയ്യാറുണ്ടായിരുന്നത്. അതിൽ നിന്നൊക്കെ മാറി അതായത് കംപ്ലീറ്റ് റിപ്പോർട്ടേഴ്സ് അവിടെ മാധ്യമപ്രവർത്തകത്തിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ വഴി പോലും സെലക്ട് ചെയ്യാണ്ട് ഇതിൻ്റെ പിന്നിലൂടെ, അതായത് പിന്നിലൂടെ ഉള്ളൊരു വഴി, സൈഡിലൂടെ ഉള്ളൊരു വഴിയുണ്ട്. ആ വഴി ത്രൂ ആണ് നെതന്യാഹു വൈറ്റ് ഹൗസിലോട്ട് എൻട്രി ആയത്. അപ്പോൾ തന്നെ പത്രപ്രവർത്തകർക്കോ റിപ്പോർട്ടേഴ്സിനൊന്നും ആ ഒരു പ്രോപ്പർ ആക്സസ് കിട്ടിയില്ല. ചില മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള, അതായത് പുള്ളിയുടെ വണ്ടി പോകുന്ന ലോങ് വിഷ്വൽസാണ് നമ്മൾ ഈ വിഷ്വൽസാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ. അപ്പം അങ്ങനെയുള്ള വിഷ്വൽസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ആളുള്ളോട്ട് കയറുന്നത്. ഏകദേശം 3 മണിക്കൂർ നീണ്ട് മീറ്റിംഗ് നിന്നു. രാത്രി നമ്മുടെ ഇന്ത്യൻ സമയം രാത്രി ഏകദേശം 1 മണി 1:30 കഴിഞ്ഞിട്ടുണ്ട് ഈ മീറ്റിംഗ് അവസാനിച്ച ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ ട്രംപ് പുള്ളിയുടെ തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടി ഇത് പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. ട്രൂ സോഷ്യലിൽ കൂടെ പുള്ളി ഒരു പോസ്റ്റ് പങ്കുവെച്ചിട്ടുണ്ട്. അതായിരുന്നു ആദ്യത്തെ അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെയൊക്കെ കയ്യിലോട്ട് നമ്മളൊക്കെ കാണുന്നത്. അതിൽ പുള്ളി ഇതെങ്ങനെയാണ്: ഐ ഹാവ് ജസ്റ്റ് ഫിനിഷ്ഡ് മീറ്റിംഗ് വിത്ത് പ്രൈം മിനിസ്റ്റർ നെതന്യാഹു ഓഫ് ഇസ്രായേൽ ആൻഡ് വേരിയസ് ഓഫ് ഹിസ് റെപ്രസെൻറ്റേറ്റീവ്. ഇറ്റ് വാസ് എ വെരി ഗുഡ് മീറ്റിംഗ്. ഇതൊരു നല്ലൊരു മീറ്റിംഗ് ആയിരുന്നു. ഞാൻ പ്രൈം മിനിസ്റ്റർ നെതന്യാഹു ആയിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞു. ഇതൊരു നല്ലൊരു മീറ്റിംഗ് ആയിരുന്നു എന്നാണ് പുള്ളി തുടങ്ങുന്നത്. ദ ട്രമെൻഡസ് റിലേഷൻ ബിറ്റ്വീൻ അവർ ടു കൺട്രീസ്. പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഇടയിലുള്ള വലിയ ഊഷ്മളമായിട്ടുള്ള എന്താ പറയുക, ആ ഒരു എന്താ പറയുക റിലേഷൻഷിപ്പിനെ പറ്റും. ദർ വാസ് നത്തിങ് ഡെഫിനിറ്റീവ് റീച്ച്ഡ് ഔട്ട് other than I insisted that a negotiation with Iran continue to see whether or not a deal can be consummate. അതായത് ഇതിൽ പറഞ്ഞിട്ടുള്ളത്, ഇപ്പം നമ്മൾ എല്ലാവരും ആവേശത്തോടെ, അല്ലെങ്കിൽ എന്തായിരിക്കും ആവേശം എന്ന് ഞാൻ പറഞ്ഞത് ഒരു ജിജ്ഞാസയോടെ എന്ന് പറയാം അല്ലേ, നമ്മൾ എന്തായിരിക്കും ഇറാൻ്റെ കാര്യത്തിൽ ഈ മീറ്റിംഗ് ഏത് രീതിയിലായിരിക്കും എന്നല്ലേ നമ്മൾ വിചാരിച്ചു. പക്ഷെ പുള്ളി അതിൽ പറയുന്നത് പ്രത്യേകിച്ച് ഒരു ഡെഫിനിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം ഒന്നും പറഞ്ഞത് എന്ന് വെച്ചാൽ ഇറാൻ്റെ കാര്യത്തിൽ ഒരു ഡീലിലോട്ട് എത്തണം എന്നുള്ളതാണ്. അതിൻ്റെ അപ്പുറത്തോട്ടുള്ളൊരു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഡിസ്കഷൻ ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതായത് ഇതിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ കൂടിക്കാഴ്ചയിൽ അന്തിമമായിട്ടുള്ള തീരുമാനങ്ങൾ, നത്തിങ് ഡെഫിനിറ്റീവ് എന്നാണ് പറഞ്ഞത്, ഒന്നും എടുത്തിട്ടില്ല എന്ന് ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു വലിയൊരു ഫൈനൽ ആക്ഷൻ, വാറിലോട്ട് പോവുകയാണ് അല്ലെങ്കിൽ വാറില്ല, അങ്ങനത്തെ ഒരു ആക്ഷനോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള തീരുമാനങ്ങളും ഈ മീറ്റിങ്ങിൽ എടുത്തിട്ടില്ല. ഇറാനുമായിട്ടുള്ള ഒരു നയതന്ത്ര കരാറിനാണ് എന്നും താൻ മുൻഗണന കൊടുക്കുന്നത് എന്നാണ് ട്രംപ് നെതന്യാഹുവിനെ അറിയിച്ചു എന്നാണ് പുള്ളി ഇതിൽ പറയുന്നത്. അതായത് നെതന്യാഹു മറ്റു പല ഉദ്ദേശത്തോടെയും ചിന്തയോടെയും ഇതൊരു യുദ്ധത്തിലോട്ട് കൊണ്ടുപോകണം, അതല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഇറാൻ്റെ സറണ്ടർ ഒന്ന്, അതായത് അവർ ആണവ പദ്ധതിയിൽ ഡീലിൽ സൈൻ ചെയ്യണം, അവരവരുടെ മിസൈൽ ഉണ്ടാക്കുന്ന പരിപാടികളിൽ നിന്ന് മാറി നിൽക്കണം, അവരുടെ റെജീം ചേഞ്ചിന് തയ്യാറാവണം. അങ്ങനത്തെ കുറേ കാര്യങ്ങളാണല്ലോ നെതന്യാഹു തലേ കയറ്റി കുത്തിത്തിരുപ്പൻ അങ്ങോട്ട് പോയിട്ടുള്ളത്. പക്ഷേ ട്രംപ് നെതന്യാഹുവിനെ അറിയിച്ചു എന്ന് പറയുന്നത്, പുള്ളി പറയുന്നത് ഇറാനുമായിട്ടുള്ള ഒരു നയതന്ത്ര കരാറിനാണ് താൻ ആഗ്രഹിക്കുന്നത്, അല്ലാണ്ട് ഒരു യുദ്ധത്തിലോട്ടല്ല എന്നുള്ള രീതിയിലാണ് ട്രംപ് നെതന്യാഹുവിനെ അറിയിച്ചു എന്ന് പറയുന്നത്. നമുക്കറിയാതെ ഒരു ക്ലോസ്ഡ് മീറ്റിംഗ് ആണ്. ഉള്ളിൽ യഥാർത്ഥത്തിൽ നടന്ന ഡിസ്കഷൻ കറക്റ്റ് അല്ല. ഞാൻ രാത്രി വീഡിയോ ചെയ്യുന്നവരെ അവരാരും പുറത്തു വന്നിട്ട് ഒരു പ്രസ് കോൺഫറൻസോ മീറ്റിങ്ങോ കൊടുത്തിട്ടില്ല. അപ്പോൾ പുള്ളി എഴുതി വെച്ചതും പിന്നെ അവിടുത്തെ വൈറ്റ് ഹൗസിൻ്റെ ചില ഔദ്യോഗികമായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഈ പറഞ്ഞ പല പോസ്റ്റുകളിലും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൽ ഇറാന് വേണ്ടിയിട്ട് എന്നുള്ളൊരു കാര്യം, ഇറാനുമായിട്ട് പ്രത്യേകിച്ച് ഞാൻ യുദ്ധത്തിലോട്ടൊന്നും ഏർപ്പെടാൻ തീരുമാനിച്ചിട്ടില്ല. അതായത് അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യണം,
അതായത് വാറില്ലാത്ത രീതിയിൽ ഒരു യുദ്ധത്തിലോട്ട് പോവാണ്ട് മറ്റു രീതിയിലുള്ള ഡീലിലോട്ട് മുൻഗണന കൊടുക്കുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. ദർ വാസ് നത്തിങ് ഡെഫിനിറ്റീവ് റീച്ച്. നമ്മൾ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതർ ദാൻ ഐ ഇൻസിസ്റ്റഡ് ദാറ്റ് നെഗോസിയേഷൻ വിത്ത് ഇറാൻ കണ്ടിന്യൂ ടു സീ വെദർ ഓർ നോട്ട് എ ഡീൽ ക്യാൻ ബി കൺസ്യൂമേറ്റഡ്. അതായത് ഒരു ഡീലിലോട്ട് എത്തണം എന്നാണ്, അതാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ പോകാനാണ് എൻ്റെ താല്പര്യം. ഇഫ് ഇറ്റ് ക്യാൻ ഐ ലെറ്റ് ദ പ്രൈം മിനിസ്റ്റർ നോ ദാറ്റ് വിൽ ബി എ പ്രിഫറൻസ്. അതായത് പുള്ളി നെതന്യാഹുവിനോട് പറഞ്ഞതും അതായിരിക്കും പ്രിഫറൻസ് എന്നാണ്. ഇഫ് ഇറ്റ് കനോട്ട്, ഇപ്പം അങ്ങനെ ഡീലിലോട്ട് എത്തിയിട്ടില്ലെങ്കിൽ വി വിൽ ജസ്റ്റ് ഹാവ് ടു സീ വാട്ട് ദ ഔട്ട്കം വിൽ ബി. അപ്പോൾ നമുക്ക് ആലോചിക്കാം എന്തായിരിക്കും ഔട്ട്കം എന്നുള്ളത്. ആ സമയത്ത് നമുക്ക് നോക്കാം ഇതൊരു ഡീലിലോട്ട് എത്തിയിട്ടില്ലെങ്കിൽ. ലാസ്റ്റ് ടൈം ഇറാൻ ഡിസൈഡഡ് ദാറ്റ് ദേ വർ ബെറ്റർ ഓഫ് നോട്ട് മേക്കിംഗ് എ ഡീൽ ആൻഡ് ദേ വെർ ഹിറ്റ് എ മിഡ് നൈറ്റ് ഹാമർ. അതായത് ലാസ്റ്റ് ടൈം ഇതുപോലെ തന്നെ ഞാൻ മീറ്റിംഗ് അല്ലെങ്കിൽ ഞാനൊരു ഇതിന് വേണം ഒരു സന്ധി സംഭാഷണം അല്ലെങ്കിൽ ഒരു ഡീലിലോട്ട് വരണം എന്ന് പറഞ്ഞപ്പം അവരത് സ്വീകരിച്ചിട്ടില്ല. അന്ന് ഞാൻ രാത്രി ബങ്കർ ബസ്റ്റഡ് ബോംബുകൾ വിട്ടിട്ട് ആ മിഡ് നൈറ്റ് ഹാമർ, അതായത് രാത്രിയിൽ വിട്ടിട്ട് അന്ന് പൊട്ടിച്ചിട്ടുണ്ടല്ലോ, അത് വീണ്ടും ആവർത്തിക്കും എന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഡിഡ് നോട്ട് വർക്ക് വെൽ ഫോർ ദം. ഹോപ്പ്ഫുള്ളി ദിസ് ടൈം ദേ വിൽ ബി മോർ റീസണബിൾ ആൻഡ് റെസ്പോൺസിബിൾ. അതായത് ഈ സമയത്ത് അതുകൊണ്ട് അവർ മോർ റെസ്പോൺസിബിൾ ആയിരിക്കും, റീസണബിൾ ആയിരിക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ ഞാൻ ഇനിയും ചെയ്ത് കഴിഞ്ഞാൽ ആ പേടിയുള്ളത് കൊണ്ട് അവർ ഞാൻ പറഞ്ഞ ഡീലുകളോട് ഓക്കെ പറയുമായിരിക്കും എന്നാണ് പുള്ളി വിചാരിക്കുന്നത്. അഡീഷണലി വി ഡിസ്കസ് ദ ട്രെമൻഡസ് പ്രോഗ്രസ് ബീങ് മെയ്ഡ് ഇൻ ഗാസ ആൻഡ് ദ റീജിയൻ ഇൻ ജനറൽ. അത് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞത് ഗസയിലുള്ള ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസിനെ പറ്റി ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. ദർ ഇസ് എ ട്രൂലി പീസ് ഇൻ മിഡിൽ ഈസ്റ്റ്. അതായത് പിന്നെ പുള്ളിയുടെ തള്ളു തന്നെ, അതായത് ഗസയിലെ സമാധാന കരാറിനെ പറ്റിയും അല്ലെങ്കിൽ സമാധാനത്തിനെ പറ്റിയൊക്കെയാണ് പുള്ളി പിന്നെ പറഞ്ഞത്. ഇവർ ഡിസ്കഷൻ ചെയ്തത് ഗസയിൽ എന്താ നടക്കുന്നത് നമ്മൾ ഇന്നലെയും കണ്ടു. ഇന്നലെയും അവിടെ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ സ്ട്രൈക്ക് ഉണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞ പീസും അല്ലെങ്കിൽ ഈ രണ്ട് യുദ്ധക്കൊതിയന്മാരായിട്ടുള്ള ചെകുത്താന്മാർ കൂടിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി ചെകുത്താൻ എന്ന് പറഞ്ഞപ്പോൾ പോലും സൗണ്ട് വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇവർ കൂടിക്കഴിഞ്ഞാൽ ഇവരൊറ്റയ്ക്ക് ഇരുന്ന് ഒരു റൂമിലിരുന്ന് ചർച്ച ചെയ്താൽ അതിന് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രത്യേകിച്ച് തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്ന് അവിടെയും ഇവിടെയും തൊടാണ്ട് ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെയും തൊടാത്തൊരു മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇതാണ് ഈ മീറ്റിങ്ങിൽ നടന്നത്, പ്രത്യേകിച്ചൊന്നും നടന്നിട്ടില്ല. ഇറാൻ ഈ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് റൗണ്ട് ഓഫ് ഡീൽ മീറ്റിംഗ് വരുമായിരിക്കും. ഒമാനിൽ വെച്ച് നടന്നതിൻ്റെ ബാക്കി വരുമായിരിക്കും. അതിൽ അമേരിക്ക പറയാൻ പോകുന്നത് നമുക്ക് ചിന്തിച്ചാൽ മതി 100%. അതായത് അവർ പറഞ്ഞ പോലത്തെ ഒരു ട്രേഡ് അല്ല ഒരു ഡീലിലോട്ട് സൈൻ ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് ആണവോർജ്ജത്തിൻ്റെ കാര്യത്തിൽ ഒരു ഡീലിലോട്ട് വരേണ്ടി വരും. പിന്നെ മിസൈൽ അങ്ങനത്തെ കാര്യങ്ങൾ ഇതൊക്കെയാണല്ലോ അതിലോട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അമേരിക്ക പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞ ഡീലിലോട്ട് അവർ വരികയാണെങ്കിൽ ഓക്കെ, ഇൻ കേസ് ലാസ്റ്റ് ടൈം അവർ വരാത്ത പോലെ അവർ സൈൻ ചെയ്യുന്നില്ലെങ്കിൽ ലാസ്റ്റ് ടൈം ചെയ്ത പോലെ തന്നെ യുദ്ധം തുടങ്ങും. ഇതാണ് ഇന്നത്തെ മീറ്റിങ്ങിൽ കാര്യമായിട്ടുണ്ടായ ചർച്ച അല്ലെങ്കിൽ ഡിസ്കഷൻ എന്നാണ് പുറത്തോട്ട് വന്നത്. ഇതിൻ്റെ അപ്പുറത്തോട്ടുള്ളത് എന്താണെന്ന് നമുക്കറിയില്ല. ചതിയന്മാരാണ്, നമ്മൾ പറഞ്ഞ പോലെ കണ്ടു തന്നെ അറിയേണ്ടി വരും. ഇനി ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ, ഷെഡ്യൂൾ ചെയ്ത വീഡിയോ ആണ്, രാവിലെയാണ് ഇത് പോസ്റ്റ് വരുന്നത്. ഇതിൻ്റെ ഇടയിൽ മറ്റു വല്ല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ ഞാനത് കാണുകയുള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു, ഈ ഒരു നടന്ന കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചു, ഒരു ഡീറ്റെയിൽസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റി. ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ആളുകൾ അത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ ആ വീഡിയോക്ക് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം പറഞ്ഞ പോലെ ശരി.